അപ്പോൾ ലീഗിലെ ചർച്ചകൾ എന്തൊക്കെയാണ്? ഒരു ഭാഗത്ത് കഞ്ചാവ്, ഒരു ഭാഗത്ത് മയക്കുമരുന്ന്, മറുഭാഗത്ത് വയനാട്ടിലെ പാവങ്ങളെ എങ്ങനെ പറ്റിക്കാം എന്നതിൻ്റെ ഗവേഷണം. നോക്കൂ എന്തൊക്കെയാണ് ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇവരോട് സ്വീകരിക്കുന്ന ഒരു സമീപനം, ഈ ടി.പി. ഹാരിസിൻ്റെ കേസൊക്കെ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിലൊക്കെ വാർത്ത വന്നത് കാണണം. ഒരിടത്ത് പോലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെക്കുറിച്ച് ഒരു വരി പോലും വരാതിരിക്കാൻ മനോരമയൊക്കെ കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ടല്ലോ. ഞാൻ ആ വാർത്ത വായിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇയാൾ ഇനി വല്ല സ്വതന്ത്ര അംഗമാണോ എന്ന് ചിന്തിക്കേണ്ടി വന്നു. കാരണം ഒരിടത്ത് പോലും ടി.പി. ഹാരിസ് ഏത് പാർട്ടിയുടെ അംഗമാണെന്നോ അയാളുടെ തട്ടിപ്പുകൾ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നോ പറയാതിരിക്കാനുള്ള വലിയ ജാഗ്രത മനോരമ ഇങ്ങനെ കാത്തുസൂക്ഷിക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു. മനോരമ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ആ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്. ഇവരൊക്കെ കൊടുക്കുന്ന ഈ സംരക്ഷണവും ഈ തണലും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലീഗും കോൺഗ്രസും ഒക്കെ എന്ത് ചെയ്തേനെ എന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് മാധ്യമപ്രവർത്തകർ നമ്മളോട് പറയുന്നത് ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളെ മാപ്രകൾ എന്ന് നിങ്ങൾ വിളിക്കുന്നത് വളരെ മോശം രീതിയാണെന്ന് നമ്മളോട് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ടാണ്.